അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും നിങ്ങൾ എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്താലും അത് ദൈവനാമ മഹത്വത്തിനായി ചെയ്യണം എന്ന്. അപ്പോൾ നമ്മുടെ സംസാരങ്ങളായാലും നമ്മുടെ പ്രവർത്തനങ്ങളായാലും ഒരു അക്രൈസ്തവനായ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ഒരു വ്യക്തി കാണുകയാണെങ്കിൽ നമ്മൾ കൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദൈവനാമ മഹത്വം വെളിപ്പെടുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതേപോലെ തന്നെ നമ്മുടെ സംസാരങ്ങൾ, എവിടെ നാം നിന്നാലും സംസാരിക്കുന്ന ചില വാക്കുകൾ നാം ഒരു ദൈവ പൈതലാണെന്നുള്ള ഒരു ഓർമ്മയോടെ അങ്ങനെ ഒരു ദൈവനാമ മഹത്വത്തിനായി തന്നെ നാം സംസാരിക്കണം. അതേപോലെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അപ്പം തിന്നുന്നതിലും കുടിക്കുന്നതിലും എന്തിരിക്കുന്നു, നമുക്ക് വയറ്റിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നാവിന് രുചിയായത് നാം കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പണത്തിന് കണക്കാക്കി നാം കഴിക്കുന്നു. അതിലും ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് അവർ വിചാരിക്കണം. നാം അറിയാം, ഒരു ദൈവ പൈതലായി ഇരുന്നിട്ട് ഒരു യേശുവിനെ ആരാധിക്കുകയും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും അതേപോലെ തന്നെ പെരുന്തീനിക്കാരനെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്, അങ്ങനെ ആവശ്യമില്ലാത്ത ഫുഡുകൾ വലിച്ചു വാരി കഴിക്കുന്നത്, അതേപോലെ തന്നെ പുക പിടിക്കുന്നത്, ഇതേപോലെ പല കാര്യങ്ങളിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നാം വിചാരിക്കും നമ്മുടെ പണം, നമ്മുടെ വയറ്, നമ്മുടെ വാ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല പ്രിയ ദൈവമക്കളെ. നാം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതും ദൈവനാമ മഹത്വത്തിനായി നാം ചെയ്യണം എന്ന്. അപ്പോഴാണ് അവിടെ ദൈവപ്രസാദം നമുക്ക് ഉണ്ടാകുന്നത്. പ്രിയ ദൈവമക്കളെ, ആയതുകൊണ്ട് നാം നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം കർത്താവിന് മഹത്വം കൊടുക്കുന്നതായി ഇരിക്കുവാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്താലും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവെ അറിയാതെ പോലും നമ്മൊരു അവിശ്വാസി പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാതിരിപ്പാൻ ദൈവാത്മാവ് കൊണ്ട് നീ ഞങ്ങളെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെന്ത് ചെയ്താലും കഴിക്കുകയും കുടിക്കുകയും ചെയ്താലും ദൈവനാമ മഹത്വത്തിനായി എല്ലാം ചെയ്യുവാൻ, അങ്ങയുടെ സന്തോഷത്തിനായി ഞങ്ങളെല്ലാം ചെയ്യുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങളെല്ലാം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചുരുക്കമായ പ്രാർത്ഥന കേട്ട് കൃപയോട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.